ഇതെന്തോ നമ്മുടെ ക്രിസ്മസ് ട്രീ. നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോയി ഇവിടെ ഹോളിൽ? ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. അപ്പം ഞങ്ങളിവിടെ ക്രിസ്മസ് വണ്ടർലാൻഡ് ഉണ്ടാക്കാൻ പോകല്ലേ പൊന്നെ. കഴിഞ്ഞ വർഷം ഞങ്ങളിത് ഇവിടെ ആയിരുന്നു വെച്ചത്, പഴയ ടി വിയാണ്. അപ്പം എന്തേ ഇവിടെ ക്രിസ്മസ് ട്രീ പഴയതൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പുതിയ ഉണ്ടായിരുന്നല്ലേ. നമുക്കിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ക്രിസ്മസ് വണ്ടർലാൻഡ് ഉണ്ടാക്കും അല്ലേ. ആണോ? നമുക്ക് വേറെ പുതിയതേ അന്ന് ഒരു അച്ഛൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനെ. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ മൊത്തം ഒരു ക്രിസ്മസ് ട്രീ അല്ല ക്രിസ്മസ് വണ്ടർലാൻഡ് ഉണ്ടാക്കാം. എല്ലാം ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ മുന്നേ നമ്മുടെ ക്രിസ്മസ് വണ്ടർലാൻഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, നമുക്ക് സ്റ്റാർ നോക്കാൻ പോകുന്നത്. പഴയ സ്റ്റാറാ, 2 കൊല്ലമായി 3 കൊല്ലമായെന്ന് തോന്നുന്നു. നമുക്ക് കത്തിച്ചോ, ഇല്ല നമുക്ക് വേറെ മേടിക്കാവേ. ഇതെന്തോ ഇത് ക്രിസ്മസ് സ്റ്റാറല്ലേ. നമുക്ക് മുകളിൽ പുറത്തോട്ട് നോക്കാം. Jingle bell, jingle bell, jingle all the way. Our father is coming, what fun it can. Hey! Very good. നമുക്കത് പുറത്ത് നോക്കാവേ. ചക്കര സ്വിച്ചിട്ട് പൊന്നോപ്പാ, നമുക്ക് ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്യണ്ടേ. നമ്മളൊന്നും ചെയ്തില്ല. നമുക്ക് ആദ്യമേ അപ്പുറത്ത് ടേബിൾ എടുത്തിട്ട് വന്ന് ഇവിടെ വെക്കാം. അപ്പോൾ അതേ ഞങ്ങൾ ഇവിടെ ഉൾക്കൂടെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ഞാൻ ഇത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഇതായിരുന്നു, ടേബിളായിരുന്നു. അപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇത് കഴിഞ്ഞ വർഷം മേടിച്ച ട്രീയാണ്, ഇച്ചിരി വലിപ്പമുള്ളതാണ്. പിന്നെ അത് നേരത്തെ കൊണ്ടുള്ളതായിരുന്നു, കുറച്ച് നാളായിട്ടുള്ള 2 വർഷമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കി കുറച്ച് കവറിനകത്തൊക്കെ ഇട്ടിരിക്കുക. ഇത് കഴിഞ്ഞ വർഷം അത് അതുപോലെ കുറച്ച് ഇരിപ്പുണ്ട്. കുറച്ചൊക്കെ മാറ്റി താഴെ വീണ പിന്നെ കുഞ്ഞു തന്നെ എടുത്ത് മാറ്റിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാൻ പോകും അല്ലേ. പിന്നെ നമുക്ക് ഇത് തന്നെ വെക്കാം അല്ലേ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ പുൽക്കൂട് എടുത്ത് വെച്ച് പിന്നെ ഫീസ് കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞ വർഷത്തെ 2 ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 1-2 ലൈറ്റുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പം എന്തേ പൊന്നു, ഇതാരാ അത്? എടുത്തേ. നമുക്ക് ഉണ്ണീശന് പുൽക്കൂട്ടി വെക്കണ്ടേ. പൊന്നു തന്നെ വെച്ചേ. മിടുക്കി. നമുക്കിനെ അറേഞ്ച് ചെയ്യാം കേട്ടോ. എല്ലാവേ ഇവിടെ ഇരിക്കുന്ന എല്ലാം ഇതുപോലെ എടുത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. വീഴുന്നില്ല. നീ എവിടെ പോവാ? ഞാൻ ഉണ്ണിയേശിന്റെ അടുത്ത് പോവാ. ഉണ്ണിയേശിന്റെ വീട് ഏതാ? അപ്പുറത്താ. നമുക്ക് അവിടെ പോവാ. ഞാൻ നാളെ വരാവേ കേട്ടോ. ലാ 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 ലാ. നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്. ഇവിടെ ഒരു ആളുണ്ട്. ഇവിടെ പശുണ്ട്. എല്ലാരും ഉണ്ണിയേശ് കാണുക. നമ്മളെല്ലാം എടുത്ത് വെച്ചല്ലേ. ഇതെന്തോ ഇതാരാ മുന്നേ? ഇതോ ഇതാണ് ഏഞ്ചൽ മാലാഖ അല്ലേ. മാലാഖ. നമുക്കിനി അതിൻ്റെ അകത്ത് ലൈറ്റ് വെക്കണം. പിന്നെ നമുക്ക് ഈ സാധനം അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ നമുക്ക് തൂക്കിടാം കേട്ടാ. അങ്ങനെ ഇന്നത്തെ ഓരോ നമുക്ക് തൂക്കിടാവേ. ഒന്ന് ഏതെടുക്കുന്നത് മണി? തൂക്കി നമുക്ക് എല്ലാത്തിനും തൂക്കിടാം. പുറത്ത് പടക്കം പൊട്ടുന്നത് കേട്ടോ. വീടല്ലേ. മിടുക്കി. പിന്നെ അത് കൊള്ളല്ലേ കാണിച്ചത്. തിരിച്ചു കാണിട്ട് തിരിച്ച് ഫ്രണ്ട് വാങ്ങണേ. എടുക്കുക. അതിവിടെ തൂക്കിക്കേ. ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ തൂക്കുക. ഇവിടെ തൂക്കുക. പൊന്നെ നോക്കിയത് ഇവിടെ. മിടുക്കി. സൂപ്പർ അല്ലേ.
പൊന്നാ ക്രിസ്മസ് ഒപ്പൻ തൂക്കിയ ഇതാരാ ക്രിസ്മസ് ഒപ്പനല്ലേ? ആ തൂക്ക്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഒരു ഇഷ്ടമുള്ള സ്ഥലത്ത് തൂക്കിയ. അത് തിരിച്ചു. ആ ഇതൊക്കെ നൂലൊക്കെ പോയിട്ട് ഞങ്ങൾ വേറെ കെട്ടിയതല്ലേ പൊന്നെ? ആ അയ്യോ അവിടെ രണ്ടെണ്ണം അടുപ്പിച്ച് കുഴപ്പമില്ല. ഇച്ചിരി നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇത് കുറച്ച് ലൈറ്റ് വെക്കാം. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നാളെ അച്ഛമ്മ കൂടി പോയിട്ട് മേടിക്കും അല്ലേ? ഏകദേശം ഞങ്ങളിത് ഈ ഒരു സെറ്റപ്പ് വരെ ആയി. ഇനി കുറച്ച് സാധനങ്ങൾ വേണം. പിന്നെ 3 ലൈറ്റ് ഉണ്ട്. 2 അതിലും 1 ഇതിൽ, 2 അവിടെ ഇരിക്കുന്നത്, 1 ഇതിലേ ഉണ്ടോണം. അപ്പോൾ ബാറ്ററി ഒക്കെ മേടിക്കണം. 3 സെറ്റ് ബാറ്ററി ഉണ്ട്. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. 200-250 രൂപ കണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് നല്ല രസം ഇത് കാണാം. ഇത് കത്തിച്ചിട്ട് കാണുന്നത്. അപ്പോൾ നാളെ കുറച്ച് ബാറ്ററി മേടിക്കണം. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഇതിനകത്ത് കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അല്ല പൊന്നല്ലേ എവിടെ കൊണ്ടുകളെ അയ്യേ. ഒരു സ്റ്റാർ നോക്കാം. ഈ ലൈറ്റ് നോക്കാം. പൊന്നോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞങ്ങളിത് കുറച്ച് ഇത്രയും വരെ ചെയ്ത് അവിടെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ മേടിച്ച് പറഞ്ഞ സ്റ്റാർ അവിടെ തൂക്കിയേ. പിന്നെ ഇത് ബാറ്ററി ഇട്ട് അതിന് ബാറ്ററി ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇടണമുണ്ട്. അതിൽ ബാറ്ററി മേടിക്കണം. പിന്നെ ഇവിടെ ഇടണമുണ്ട്. ബാറ്ററി മേടിക്കണം. പിന്നെ കുറച്ച് ലൈറ്റും കൂടി ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്താണ് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ. അപ്പോൾ അതും കൂടി വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നാളെ ബാക്കി അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ലൈറ്റ് നോക്കിയിട്ട് നോക്കട്ടെ. വാവ്, ഇനിയിപ്പോൾ കുറച്ച് ലൈറ്റും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആകും. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചാൽ നമുക്ക് പിന്നെ കാണാം അല്ലേ? പിന്നെ നാളെ നമുക്ക് സാധനം പോയി മേടിക്കാം കേട്ടോ. ബൈ. ക്രിസ്മസ്. താങ്ക് യു. ഹായ് ബലൂൺ. നമുക്ക് അങ്ങോട്ട് എനിക്ക് അച്ഛ അത് കണ്ടോ? മറ്റേത് അത് കണ്ടോ? അങ്ങനെ പിടിച്ചോ. ഇതൊന്നല്ലേ? ഇതൊന്നല്ലേ? ഇത് നല്ലതല്ലേ? ഇത് ഇതൊരെണ്ണം എടുക്കട്ടെ. ഇത് പിന്നെ ഏതാ ഈ ബോള്? ഇത് കണ്ടാ? അത് നമുക്ക് വേറെ വലുതുണ്ടാ നോക്കാം. ഇത് ഇത് ഞങ്ങളങ്ങനെ അതെ അന്മിമ്മയുടെ സ്കൂളിൽ ഞങ്ങൾ നേരെ പോയതാണ്. ഇന്ന് കളർ ഡ്രസ്സായിരുന്നു ബുധനാഴ്ച. അപ്പോൾ ഞങ്ങളിതേ നേരെ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചല്ലേ മുന്നോ. നമുക്കിനി വീട്ടിൽ പോയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യണമല്ലേ. ബാക്കി ക്രിസ്മസ് ട്രീയിൽ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ആലപ്പുഴ മേടിച്ചതാ. നമ്മൾ ആലപ്പുഴ മേടിച്ചതല്ലേ നമ്മുടെ ട്രീയിൽ ബാക്കിയും കൂടി വെക്കാനല്ലേ. ഇത് എന്തൊക്കെയുണ്ട്? ഇതേ ബോള്, ക്രിസ്മസ് അപ്പൂപ്പൻ, പിന്നെ ഇത് ചെറുപ്പന് മേടിച്ച വളയല്ലേ, പിന്നെ അതേ ബലൂണ്, സ്റ്റിക്ക്, പിന്നെ ഇത് ബോള്, പിന്നെ അതേ ഇതെല്ലാം നമ്മളിനി എന്ത് ചെയ്യാൻ പോവാ? ഇതിനകത്ത് ഫിറ്റ് ചെയ്യണല്ലേ. നമ്മുടെ ബാക്കി സ്ഥലത്തിനകത്ത് ഫിറ്റ് ചെയ്യണം. ഇത് ചുമ്മാതെ പേപ്പറൊക്കെ വെക്കണം. പഞ്ഞും പേപ്പറും. അത് ചുമ്മാതെ എനിക്ക് ഗിഫ്റ്റ് ഉള്ളതാ. ഗിഫ്റ്റ് ബോക്സ് വെക്കാനല്ലേ. ഇത് ചുമ്മാതെ ഗിഫ്റ്റ് വെക്കാനല്ലേ. ശരി. അങ്ങനെ ഞങ്ങളിത് ഇതെല്ലാം കവറിലെടുത്ത് പുറത്തെടുത്ത് വെച്ചല്ലേ പിന്നെ ഇതെടുത്ത് വെക്കാം. ഇനി അത് വള്ളി പൊട്ടരുത് കേട്ടാ. പൊന്നു വെച്ച് വെരി ഗുഡ്. അങ്ങനെ തന്നെ. പിന്നെ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ലൈറ്റാണ്. അപ്പോൾ അത് ഇന്നാണ് ഡെലിവർ ആയത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം, ഒരാളുടെ കലാവിരുദ്ധകളിലൊക്കെ. അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ.
പൊന്നു, അടുത്ത നമ്മൾ എന്തെടുക്കാൻ പോവാ? സ്നോ ഉണ്ടാക്കാൻ അല്ലേ? ആ, ഇത് ഞങ്ങൾ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വണ്ടർലാൻഡ് ആണല്ലോ, അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ സ്നോ വേണമല്ലോ. അപ്പോൾ അതാണ്, അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കിയത് ഇത് കണ്ട നമ്മുടെ സ്നഗ്ഗിക്കകത്തു നിന്നുള്ള ഈ സാധനം എടുത്ത് ഈ പഞ്ഞി വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ വെള്ളം വെച്ചു. അപ്പം ഇതുപോലെ ഉണ്ട്, സ്നോ പോലെ വരും. അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് സോഡിയം പോളിഅക്രിലേറ്റ് ഇത് മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ. പക്ഷേ അത് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഡെലിവറി ചെയ്യാൻ ക്രിസ്മസ് കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങളത് വേണ്ടെന്ന് വെച്ച്. അപ്പോൾ ഈ സ്നാക്ക് ഇത് കണ്ടോ, ഇത് മതി, ഈ സാധനം വെള്ളം വെച്ചാൽ മതി, ഇതുപോലെ വരും. ഇനി നമ്മൾ അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തേക്കും, നമ്മൾ സ്നോ വീണതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. കണ്ട കറക്റ്റ് സ്നോ പോലെ ഇത് കണ്ട കറക്റ്റ് ആ ഒരു സ്നോയുടെ ഒരു ഫീൽ കിട്ടുന്നില്ലേ. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് ഇട്ടതാണ്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഈ പുൽക്കൂടിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഇട്ടായിരുന്നു, പഞ്ഞ് പോലെ. അത് വെള്ളം ചേർക്കാതെ ചുമ്മാ ഇത് മാത്രമായിട്ട് ഇട്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ട ഇത് കണ്ട കറക്റ്റ് ആ സ്നോയുടെ അതുപോലെ തന്നെ വരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്ത് കുറച്ച് ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് ആയത് കാരണം ഇരിക്കത്തില്ല. അപ്പോൾ അതുകാരണം ഞങ്ങൾ കുറച്ച് പഞ്ഞിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇടാൻ വെച്ചു. അപ്പോൾ ഒരു സ്നോയി ആ ഒരു ഫീല് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കൂടി ഒന്ന് മുതൽ സെറ്റ് ചെയ്യട്ടെ. പൊന്നോ അതുപോലെ ഞങ്ങളിപ്പോൾ ഈ പഞ്ഞി കണ്ടത്, ഈ പഞ്ഞി ഇവിടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അല്ലേ പൊന്നെ? ഇത് കണ്ടതേ. അങ്ങനെ ഞങ്ങളുടെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ ലിവിംഗ് റൂം എന്താക്കി പൊന്നെ? ക്രിസ്മസ് വണ്ടർലാൻഡ് അല്ലേ? ഇഷ്ടപ്പെട്ടോ പൊന്നെ? ഇതെന്തോ ഇത് പൊന്നെ? പുൽക്കൂടും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ഞി ഇവിടെ ഉണ്ട്, സ്നോ പോലെ വെച്ചിരിക്കുന്നു. പിന്നെ നമ്മളെ സ്നാക്കിൻ്റെ അടുത്ത് ആ ഒരു ഐറ്റം ഇവിടെ ഉണ്ടാവും. ഇവിടെ ഞങ്ങൾ കുറച്ച് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചേക്കുക. ഇത് കണ്ട കറക്റ്റ് ആ ഒരു സ്നോയുടെ ഒരു ഫീൽ ഉണ്ട്. ഇത് കണ്ടോ? പിന്നെ ഞങ്ങളിത് ഇവിടെയും കുറച്ച് പഞ്ഞിയൊക്കെ വെച്ച് ആ ഒരു സ്നോയിനെ കുറിച്ച് കിട്ടാൻ വേണ്ടിയായി. ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. ഇതൊരാളുടെ കലാപരിപാടിയാണ് അവിടെ. ഇതുണ്ട ഇവിടെ കുറച്ച് ലൈറ്റ് വെച്ച് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് വണ്ടർലാൻഡ് അല്ലേ പൊന്നെ? നമുക്ക് ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നോക്കണം. അപ്പം ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴുള്ള ഇതൊക്കെ നല്ല ഭംഗിയില്ല അല്ലേ പൊന്നെ? രസമില്ലാണ്. ഇതാണിപ്പോൾ ഇത് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴുള്ളൊരു ആ ഒരു ലുക്ക്. ഇത് തന്നെ നമുക്കേ ഇനി ആ ടി വി കൂടി ഓഫ് ചെയ്ത് നോക്കാം. ആ ടി വിയുടെ വട്ടം കൂടി ഒന്ന്. പൊന്നെ പൊന്നിന് വേണ്ടി ചെയ്ത നല്ല ഭംഗിയല്ലേ പൊന്നു? അപ്പൊ പൊന്നിന് ഇഷ്ടപ്പെട്ടല്ലേ? അപ്പം എല്ലാവരും ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ. ബൈ ബൈ.